നമ്മൾ മനുഷ്യർക്ക് ഈ ലേബലുകൾ ഭയങ്കര ഇഷ്ടമാണല്ലേ? ഒരു ആശുപത്രിയിൽ പോയി രക്തപരിശോധനയൊക്കെ നടത്തുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ, എ പോസിറ്റീവ് ആണോ അതോ ബി നെഗറ്റീവ് ആണോ എന്ന്? അതെ, നമുക്കാ കൃത്യമായ കള്ളികൾ വേണം. ആ, കള്ളികൾ. വളരെ കൃത്യമായ കള്ളികളാണ് അവിടെയുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യരെയും കാണുന്നത്. ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, പിന്നെ ഏറ്റവും പ്രധാനമായി നമ്മുടെ മതപരമായ ഐഡന്റിറ്റികൾ. ശരിയാണ്. ആ ലേബലുകൾക്കുള്ളിൽ നിൽക്കാൻ നമുക്കൊരു പ്രത്യേക സുരക്ഷിതത്വമുണ്ട്. നമ്മൾ ആരാണെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴിയും ഇതാണ്. അതെ. പക്ഷേ നമ്മൾ ഒരു പ്രത്യേക സമുദായത്തിനു വേണ്ടി മാത്രം ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ആപ്പോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ലോകത്തിന്റെ അല്ലെങ്കിൽ ആത്യന്തികമായി ദൈവത്തിന്റെ വിശാലമായ ലക്ഷ്യങ്ങൾക്കെതിരാകുമോ? അതെ, ഇന്നത്തെ ഈ ഡീപ് ഡൈവിൽ നമ്മൾ പൊളിച്ചെഴുതാൻ പോകുന്നത് ഈ ഒരു കൺസെപ്റ്റിനെയാണ്. അതായത് സ്വന്തം വർഗീയ താൽപ്പര്യങ്ങൾക്കപ്പുറം മനുഷ്യരാശിക്കാകെ നന്മ ചെയ്യുക എന്നതിനെക്കുറിച്ചുള്ള വളരെ രസകരമായ ചില ലേഖനങ്ങളും കുറിപ്പുകളുമാണ് നമ്മുടെ മുന്നിൽ നിന്നുള്ളത്. തീർച്ചയായും. ഈ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം വ്യക്തമാക്കാൻ കേട്ടോ. ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന ഈ കുറിപ്പുകളിൽ മതപരവും രാഷ്ട്രീയവുമായ ചില ആശയങ്ങൾ കടന്നുവരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. അല്ല, ഒട്ടുമല്ല. ഈ സ്രോതസ്സുകളിലെ ആശയങ്ങൾ തികച്ചും നിഷ്പക്ഷമായി നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് സ്വന്തം സമുദായത്തെ എങ്ങനെയെങ്കിലും മുന്നിലെത്തിക്കുക എന്നതാണ്. ബിസിനസ്സിൽ ഇത് വളരെ സാധാരണമാണ്. ഫ്രീ മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ ആളുകൾ പല തന്ത്രങ്ങളും ഉപയോഗിക്കും. അതെ, ഉദാഹരണത്തിന് നമ്മുടെ സ്രോതസ്സുകളിൽ പറയുന്ന ഒരു രസകരമായ കാര്യമുണ്ട്. യൂബർ പോലെയുള്ള ഭീമന്മാർക്കെതിരെ മത്സരിക്കാൻ ഒരാളൊരു പുതിയ മാർഗം കണ്ടെത്തുന്നു. അയാളൊരു മുസ്ലിം ടാക്സി ബുക്കിംഗ് ആപ്പ് തുടങ്ങുന്നു. ഓ, അതായത് കേവലം ഒരു ടാക്സി സർവീസ് എന്നതിലുപരി ഒരു പ്രത്യേക വിഭാഗത്തിന്റെ താൽപ്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ബിസിനസ് മോഡൽ. കൃത്യമായിട്ട്. ഡ്രൈവർമാരെല്ലാവരും ആ പ്രത്യേക സമുദായത്തിൽ നിന്നുള്ളവരായിരിക്കും. വണ്ടിയിൽ യാത്രക്കാർക്ക് ഹലാൽ ഭക്ഷണം ലഭ്യമാക്കും. യാത്രക്കിടയിൽ പ്രാർത്ഥിക്കാൻ തസ്ബീഹ് മാലകളുണ്ടാവും. കൊള്ളാമല്ലോ. പിന്നെ യാത്രക്കിടയിൽ വുദു ചെയ്യാനുള്ള സൗകര്യം. എന്തിന്? സമയമാകുമ്പോൾ വണ്ടി നിർത്തി നിസ്കരിക്കാനുള്ള ഫീച്ചർ വരെ ആപ്പിലുണ്ട്. കൂടാതെ യാത്രക്കാർക്ക് ഹലാൽ ഇൻവെസ്റ്റ്മെന്റ് ടിപ്സ് കൊടുക്കാനും ഇതിൽ സൗകര്യമുണ്ട്. കേൾക്കുമ്പോൾ വളരെ ആകർഷകമായി തോന്നാം. പ്രത്യേകിച്ചും ആ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഇതൊരു കംഫർട്ട് സ്പേസ് ആയിരിക്കുമല്ലോ. അവിടെയാണ് എന്റെ സംശയം. വെറുമൊരു ബിസിനസ് തന്ത്രം എന്ന നിലയിൽ നോക്കുമ്പോൾ ഇതൊരു കിടിലൻ ഐഡിയല്ലേ? തീർച്ചയായും. കാരണം ഒരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ സമൂഹത്തിലുള്ള എല്ലാവരെയും ടാർഗറ്റ് ചെയ്താൽ വലിയ കമ്പനികളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പ്രത്യേക നീഷ് മാർക്കറ്റ് പിടിക്കുക എന്നത് സർവൈവലിന്റെ ഭാഗമല്ലേ? അതിപ്പോൾ മതത്തിന്റെ പേരിലായാലും ശരി, ആളുകളുടെ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാനും ഫണ്ടിങ് കിട്ടാനുമൊക്കെ ഇത് സഹായിക്കില്ലേ? ഇതിനെ ലേഖകൻ എന്തിനാണ് ഇത്രത്തോളം വിമർശിക്കുന്നത്? നിങ്ങളാ ചോദിച്ച ചോദ്യത്തിൽ വലിയൊരു കാര്യമുണ്ട്. ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. ഇതൊരു മികച്ച മാർക്കറ്റിംഗ് തന്ത്രമാണ്. എന്നാൽ നമ്മുടെ മുന്നിലുള്ള ഈ കുറിപ്പുകൾ ഇതിനെ നോക്കിക്കാണുന്നത് ഒരു ഫിലോസഫിക്കൽ തലത്തിലാണ്. ഫിലോസഫിക്കൽ തലത്തിലെന്ന് പറയുമ്പോൾ എവിടെ നിന്നും ടാക്സി വിളിക്കാമെന്നിരിക്കെ ഈ പുതിയ ആപ്പ് സമൂഹത്തിലെ ഏത് യഥാർത്ഥ പ്രശ്നമാണ് പരിഹരിക്കുന്നത്? ശരിയാണ്. പ്രത്യേകിച്ച് പുതിയതായി ഒന്നും ചെയ്യുന്നില്ല. വാസ്തവത്തിൽ ഐഡന്റിറ്റി മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു റാബിറ്റ് ഹോളാണ്. അതിലേക്ക് വീണുപോയാൽ പിന്നെ പുറത്തു കിടക്കാൻ ബുദ്ധിമുട്ടാണ്. അതെന്താ അങ്ങനെ പറയുന്നത്? ഒരു കമ്മ്യൂണിറ്റിയെ സഹായിക്കാൻ ഒരു സംരംഭം തുടങ്ങുന്നത് എങ്ങനെയാണ് ഒരു റാബിറ്റ് ഹോളാവുന്നത്? എനിക്ക് ആ ലോജിക്ക് അത്ര മനസ്സിലാവുന്നില്ല. കാരണം വളരെ ലളിതമാണ്. നിങ്ങളൊരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം സേവനങ്ങൾ ചുരുക്കുമ്പോൾ അവിടെ വീണ്ടും വിഭജനങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന് ആ സമുദായത്തിൽ തന്നെ ഏത് ഉപവിഭാഗം? ശരിയാണല്ലോ. സുന്നിയാണോ, ഷിയ ആണോ, അതോ വേറെ ഏതെങ്കിലും ചിന്താഗതിക്കാരാണോ? ഇങ്ങനെ പോയാൽ അത് മനുഷ്യരെ മുഴുവൻ ചെറിയ ചെറിയ കള്ളികളിലാക്കി മാറ്റുകയല്ലേ ചെയ്യുന്നത്? അതെ, അത് കൂടുതൽ വിഭജനങ്ങളിലേക്കാണ് പോകുന്നത്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എല്ലാവരുടെയും ദൈവമാണ് എന്ന് വിശ്വസിക്കുമ്പോൾ ഒരു ചെറിയ ഗ്രൂപ്പിന് മാത്രം എക്സ്ക്ലൂസീവായി സേവനങ്ങൾ നൽകുന്നത് എങ്ങനെയാണ് ദൈവത്തിന്റെ മാർഗമാകുന്നത്? അത് ബാക്കിയുള്ള മനുഷ്യരെ മുഴുവൻ ഒഴിവാക്കലല്ലേ? ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. അതായത് നമ്മൾ പുതിയതായി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത് മനുഷ്യർ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകണം, അല്ലാതെ നമ്മുടെ സ്വന്തം ഐഡന്റിറ്റി പ്രൊജക്റ്റ് ചെയ്യാനുള്ള വെറുമൊരു ടൂളാകരുത്. അതെ, കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. എനിക്കിവിടെ ഒരു കാര്യം ഓർമ്മ വരുന്നു.
ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഉദാഹരണമെടുത്താൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. ഗൂഗിളിലോ മെറ്റയിലോ ഉള്ള ഒരു എഞ്ചിനീയറിംഗ് ടീമിനെ ഒന്ന് സങ്കല്പിക്കുക. അവർ അവരുടേതായ ഫ്ലോറിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം അവരുടെ ജോലി എളുപ്പമാക്കാൻ ഒരു കിടിലൻ സോഫ്റ്റ്വെയർ ടൂൾ ഉണ്ടാക്കുന്നെന്ന് വയ്ക്കുക. പക്ഷെ ആ ടൂള് കാരണം കമ്പനിയുടെ മെയിൻ സെർച്ച് എഞ്ചിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയാണെങ്കിലോ? സിഇഒ എന്തായാലും ആ ടീമിനെ അഭിനന്ദിക്കാൻ പോകുന്നില്ല. ചിലപ്പോ അവരെ പിരിച്ചുവിട്ടെന്നും വരും. അതെ, കാരണം സിഇഒക്ക് വേണ്ടത് ആ ഒറ്റ ഫ്ലോറിലുള്ളവർ മാത്രം നന്നായി ജോലി ചെയ്യുന്നതല്ല, മറിച്ച് കമ്പനിയുടെ മുഴുവൻ എക്കോസിസ്റ്റവും നന്നായി പ്രവർത്തിക്കാനാണ്. ഇവിടെ മനുഷ്യരും അതുതന്നെയല്ലേ ചെയ്യുന്നത്? വളരെ കൃത്യമായൊരു ഉദാഹരണമാണിത്. ആ കോർപ്പറേറ്റ് സിഇഒയെ നമുക്ക് സൃഷ്ടാവായി സങ്കല്പിക്കാം. ആ എഞ്ചിനീയറിംഗ് ടീം സ്വന്തം കാര്യവും സ്വന്തം ഫ്ലോറിലെ സൗകര്യവും മാത്രം നോക്കുന്നത് പോലെയാണ് മനുഷ്യർ തങ്ങളുടെ സ്വന്തം ഗ്രൂപ്പിനു വേണ്ടി മാത്രം പോരാടുന്നത്. നമ്മുടെ സ്രോതസ്സുകളിലെ ഖുർആൻ വാക്യങ്ങൾ കൃത്യമായി ഈ ഒരു വേർതിരിവാണ് കാണിക്കുന്നത്. ഒന്ന് സമുദായ താൽപര്യം, മറ്റൊന്ന് ദൈവത്തിന്റെ മാർഗം. ഈ രണ്ട് കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം ലേഖകൻ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ഇത് കേൾക്കാൻ നല്ല താൽപര്യമുണ്ട്. ആ ലേഖനത്തിൽ അത് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. സ്വന്തം ഗ്രൂപ്പിന്റെ വിജയത്തിനും രാഷ്ട്രീയ അധികാരത്തിനും വേണ്ടി മാത്രം നിലകൊള്ളുന്നതിനെ ഇസ്ലാമിക പദപ്രയോഗത്തിൽ അസബിയ എന്നാണ് വിളിക്കുന്നത്. അസബിയ? അതെ, അതായത് ഗോത്രവർഗ ചിന്ത. നമ്മുടെ ഗ്രൂപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ ആകട്ടെ, അവർ ജയിക്കണം എന്ന അന്ധമായ ചിന്ത. മതത്തിന്റെ പേരിലുള്ള വെറുമൊരു ദേശീയതയോ അല്ലെങ്കിൽ പൊളിറ്റിക്സോ മാത്രമാണിത്. എന്നാൽ ദൈവത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഫീ സബീലില്ലാഹ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അതിൽ ഗ്രൂപ്പുകൾക്കും ലേബലുകൾക്കും യാതൊരു പ്രസക്തിയുമില്ല. നീതി അഥവാ അദിൽ, പിന്നെ സത്യം, മനുഷ്യരോടുള്ള കാരുണ്യം എന്നിവയാണ് അതിന്റെ അടിസ്ഥാനം. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നില്ലേ? പലപ്പോഴും സ്വന്തം ഗ്രൂപ്പിന് അനുകൂലിക്കുമ്പോൾ നമുക്ക് നീതി മറക്കേണ്ടി വരില്ലേ? പ്രാക്ടിക്കലി അതൊരു വലിയ പ്രശ്നമല്ലേ? 135-ാം വാക്യം സ്രോതസ്സിൽ പ്രത്യേകം എടുത്തു കാണിക്കുന്നുണ്ട്. അതിലെന്താണ് പറയുന്നത്? അത് പറയുന്നത് നിങ്ങൾക്കോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ എതിരായാൽ പോലും നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നാണ്. വാവ്! സ്വന്തം മാതാപിതാക്കൾക്കെതിരായിട്ട് പോലും? അതെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. സ്വന്തം മാതാപിതാക്കൾക്കെതിരായിട്ട് പോലും സത്യം പറയണമെന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ആളുകൾ എന്ന കൺസെപ്റ്റിന് യാതൊരു വിലയുമില്ല. നീതി മാത്രമാണ് അവിടെ നിലനിൽക്കുന്നത്. ശരിയാണ്. അതുപോലെ സൂറ അൻ-നിസായിലെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ മാർഗത്തിൽ പോരാടുന്നവർ നീതിക്കും മനുഷ്യന്റെ അന്തസ്സിനും വേണ്ടിയാണ് പോരാടുന്നത് എന്ന്. മറുവശത്ത് അവിശ്വാസികൾ എന്ന് പറയുന്നത് താഗൂത്തിന്റെ, അതായത് അടിച്ചമർത്തലിന്റെയും സ്വാർത്ഥതയുടെയും മാർഗത്തിലാണ് പോരാടുന്നത്. ഇത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനർത്ഥം വളരെ വിരോധാഭാസമായിട്ടുള്ളൊരു കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. എന്ത് കാര്യത്തിലേക്ക്? അതായത് ഒരാൾ പക്ക വിശ്വാസിയാണെന്ന് അവകാശപ്പെടുകയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടാകാം. എന്നാൽ അയാൾ സ്വന്തം മതഗ്രൂപ്പിന്റെ ആധിപത്യത്തിനും രാഷ്ട്രീയ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് പോരാടുന്നതെങ്കിൽ ഈ സ്രോതസ്സുകൾ പ്രകാരം അയാൾ യഥാർത്ഥത്തിൽ തെറ്റായ പക്ഷത്തായിരിക്കാം നിൽക്കുന്നതല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതെ. അതേസമയം ഒരുപക്ഷെ യാതൊരു മതവിശ്വാസവുമില്ലാത്ത ഒരാളോ അല്ലെങ്കിൽ തികച്ചും വ്യത്യസ്തമായ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളോ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെടുന്നവർക്ക് വേണ്ടിയും നീതിക്ക് വേണ്ടിയും ശബ്ദമുയർത്തുന്നുണ്ടെങ്കിൽ അവരായിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ദൈവത്തിന്റെ മാർഗത്തോട് ചേർന്നു നിൽക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. അതാണ് ഈ കുറിപ്പുകൾ നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ്. നിങ്ങൾ എന്ത് ലേബൽ ഈ നെറ്റിയിൽ ഒട്ടിച്ചിരിക്കുന്നു എന്നതിലല്ല കാര്യം, മറിച്ച് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നീതിയുണ്ടോ എന്നതാണ് പ്രധാനം. അപ്പോ പ്രവൃത്തിയാണ് പ്രധാനം? അതെ. ഐഡന്റിറ്റികളും ലേബലുകളും മനുഷ്യനുണ്ടാക്കിയതാണ്. എന്നാൽ അതിൽ അല്ലെങ്കിൽ നീതി എന്നത് ദൈവീകമാണ്. ആ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവൻ ആരായാലും അവരാ വലിയ ലക്ഷ്യത്തോടാണ് ചേർന്ന് നിൽക്കുന്നത്. ഓക്കേ, ഇത് കേൾക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകുന്നുണ്ട്. പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഈ വലിയ വലിയ ഫിലോസഫികളും തത്വചിന്തകളുമൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. എന്നാൽ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സ്മാർട്ട് ഫോൺ യുഗത്തിൽ അല്ലെങ്കിൽ ടെക്നോളജി യുഗത്തിൽ ഇതൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക? അതൊരു നല്ല ചോദ്യമാണ്. നമ്മുടെ കുറിപ്പുകളിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യത്യസ്തമായൊരു ആശയം ഞാൻ കണ്ടു. ഇസ്ലാമിക പാരമ്പര്യത്തിൽ ദൈവത്തിന് 99 നാമങ്ങളുണ്ടല്ലോ. ആ നാമങ്ങളെ വെറും പേരുകളായി കാണാതെ 99 കോസസ്, അതായത് മനുഷ്യർ പ്രവർത്തിക്കേണ്ട 99 ലക്ഷ്യങ്ങളായി കണ്ടുകൂടെയെന്ന് ലേഖകൻ ചോദിക്കുന്നുണ്ട്. അതൊരു ഗംഭീരമായ ഷിഫ്റ്റാണ്. ഈ നാമങ്ങൾ വെറുതെ സ്തുതിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് നമ്മൾ സമൂഹത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഗുണങ്ങളാണ് എന്നാണ് അവിടെ പറയുന്നത്. ഉദാഹരണത്തിന്
അസ്സലാം എന്നാൽ സമാധാനം നൽകുന്നവൻ. അപ്പോൾ നമ്മളും മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ ശ്രമിക്കണം. റഷീദ് എന്നാൽ വഴികാട്ടി എന്നാണ്. അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് നല്ലൊരു വഴികാട്ടിയാകാം. അതെ. പക്ഷേ ഇതിലെ ലേഖകൻ പറയുന്നൊരു തമാശയുണ്ട് കേട്ടോ. ഇതിലൊക്കെ സാമാന്യബോധം വേണമെന്ന് പറയുന്നുണ്ട്. ആ കോമൺ സെൻസിന്റെ കാര്യം. അതെ, നരവം മരണം നൽകുന്നതാണ് എന്ന് കരുതി നമ്മൾ പോയി മറ്റുള്ളവർക്ക് മരണം നൽകാൻ പാടില്ല. അതിൽ കോമൺ സെൻസ് ഉപയോഗിക്കണം. എന്റെ ചോദ്യം അതല്ല. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർക്കോ അല്ലെങ്കിൽ ഒരു AI എഞ്ചിനീയർക്കോ ഇതൊക്കെ എങ്ങനെയാണ് പ്രാക്ടിക്കലാകുന്നത്? ഇതൊക്കെ കുറച്ച് ഓവർ ഐഡിയലിസ്റ്റിക് അല്ലേ എന്നെനിക്ക് സംശയമുണ്ട്. നമ്മൾ കോഡിംഗ് ചെയ്യുന്നത് പൈസയുണ്ടാക്കാനും കമ്പനി വളർത്താനുമല്ലേ? പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തോന്നാം. ഇതൊക്കെ പ്രായോഗികമാണോ എന്ന് ആർക്കും സംശയം വരാം. പക്ഷേ ഈ കുറിപ്പുകൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില സാങ്കേതിക ഉദാഹരണങ്ങൾ നൽകുന്നുണ്ട്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് എങ്ങനെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഈ പറയുന്ന ദൈവിക ഗുണങ്ങളെ ലോകത്തേക്ക് കൊണ്ടുവരാം എന്നിതിൽ പറയുന്നു. ഓ, അങ്ങനെയാണോ? അതെ. നമുക്കതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഉദാഹരണത്തിന് അൽ അദ്ല്, നമ്മൾ നേരത്തെ സംസാരിച്ച നീതിമാൻ എന്ന ഗുണം. ഇന്നത്തെ കാലത്ത് ഒരു AI എഞ്ചിനീയർക്ക് എങ്ങനെയാണ് തന്റെ ജോലിയിലൂടെ അൽ അദ്ലാകാൻ കഴിയുക? അതെങ്ങനെയാണ്? AI-യിൽ എങ്ങനെ നീതി കൊണ്ടുവരാനാണ്? അൽഗോരിതങ്ങൾക്ക് മതവും ജാതിയും ഒന്നുമില്ലല്ലോ. അതൊക്കെ വെറും മാത്തമാറ്റിക്സ് അല്ലേ? അവിടെയാണ് നമ്മൾക്ക് തെറ്റിയത്. അൽഗോരിതങ്ങൾക്ക് സ്വന്തമായി മതമോ ജാതിയോ ഇല്ലായിരിക്കാം. അവ വെറും കോഡുകൾ മാത്രമായിരിക്കാം. പക്ഷേ അവയെ പരിശീലിപ്പിക്കുന്ന ഡേറ്റ നൽകുന്നത് മനുഷ്യരാണ്. ഡേറ്റാ സെറ്റുകൾ. അതെ. നമ്മുടെ മനുഷ്യരുടെ ഉള്ളിലുള്ള എല്ലാ വർഗീയതയും വംശീയതയും സ്ത്രീ-പുരുഷ വിവേചനങ്ങളും ആ ഡേറ്റയിലുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഫേഷ്യൽ റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയറുകളോ അല്ലെങ്കിൽ AI റിക്രൂട്ട്മെന്റ് സിസ്റ്റങ്ങളോ ഒരു പ്രത്യേക വിഭാഗത്തോട് മാത്രം വിവേചനം കാണിക്കുന്നത്. ലോകമെമ്പാടും ഇതൊരു വലിയ ചർച്ചാവിഷയമാണിപ്പോൾ. നമ്മളത് പലപ്പോഴും കേൾക്കാറുള്ളതാണ്. ഇവിടെയാണ് ഒരു എഞ്ചിനീയറുടെ റോള് വരുന്നത്. അൽഗോരിതങ്ങളിലെ ഈ ബയസ് അല്ലെങ്കിൽ വിവേചനം ഇല്ലാതാക്കാൻ ശ്രമിക്കുക, എല്ലാവർക്കും തുല്യമായി ലഭിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കുക എന്നത് കേവലം ഒരു കോഡിംഗ് ടാസ്ക് മാത്രമല്ല. അത് അൽ അദ്ൽ എന്ന ദൈവിക ഗുണത്തെ ഭൂമിയിൽ പ്രാവർത്തികമാക്കലാണ്. വാവാ, അത് വളരെ പവർഫുള്ളായ ഒരു പോയിന്റാണ്. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അതായത് നമ്മൾ എഴുതുന്ന കോഡിലെ ബയസ് മാറ്റുന്നത് അല്ലെങ്കിൽ ആ വിവേചനം കണ്ടുപിടിച്ച് പരിഹരിക്കുന്നത് ഒരു തരം നീതി നടപ്പിലാക്കലാണ്. അപ്പോൾ അതൊരു സമുദായത്തിനു വേണ്ടിയല്ല, മറിച്ച് മനുഷ്യരാശിക്ക് മുഴുവൻ വേണ്ടിയാണ്. വളരെ രസകരമായിരിക്കുന്നു. വേറെ ഏതെങ്കിലും ഉദാഹരണങ്ങൾ സ്രോതസ്സിൽ പറയുന്നുണ്ടോ? തീർച്ചയായും. മറ്റൊന്ന് നോക്കാം. അൽ ലത്തീഫ്. ഇതിനർത്ഥം സൂക്ഷ്മമായ സ്നേഹം പ്രകടിപ്പിക്കുന്നവൻ, അല്ലെങ്കിൽ വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്നവൻ, കരുണാമയൻ എന്നൊക്കെയാണ്. ഓക്കേ. നിങ്ങളൊരു പുതിയ മൊബൈൽ ആപ്പ് ഡിസൈൻ ചെയ്യുകയാണെന്ന് കരുതുക. നിങ്ങളതിൽ മികച്ച ഫീച്ചറുകൾ ഉൾപ്പെടുത്തി നല്ല ഡിസൈൻ കൊടുത്തു. പക്ഷേ കണ്ണിന് കാഴ്ചയില്ലാത്തൊരാൾക്കോ അല്ലെങ്കിൽ വിരലുകൾക്ക് സ്വാധീനമില്ലാത്ത പ്രായമായ ഒരാൾക്കോ ആ ആപ്പ് ഉപയോഗിക്കാൻ കഴിയുമോ? സാധാരണഗതിയിൽ നമ്മൾ അതൊന്നും ചിന്തിക്കാറില്ല. മെജോറിറ്റി ആളുകൾക്ക്, അതായത് ഒരു 90% ആളുകൾക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രമേ ഒരു ഡെവലപ്പർ നോക്കാറുള്ളൂ. ബാക്കിയുള്ളവരെ പലപ്പോഴും നമ്മൾ അവഗണിക്കുകയാണ് പതിവ്. അതെ. അവിടെയാണ് അൽ ലത്തീഫ് എന്ന ഗുണം പ്രസക്തമാകുന്നത്. സമൂഹത്തിൽ അധികമാരും ശ്രദ്ധിക്കാത്ത, മാർക്കറ്റിൽ ചിലപ്പോൾ വലിയ പണമുണ്ടാക്കാൻ സാധ്യതയില്ലാത്ത ഈ ചെറിയ വിഭാഗത്തിന് വേണ്ടി ആക്സസിബിലിറ്റി ടൂളുകൾ, സ്ക്രീൻ റീഡറുകളൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നത് ഈ ഗുണത്തിന്റെ പ്രായോഗിക രൂപമാണ്. അതൊരു വലിയ കാര്യമാണ്. ഇത് വെറുമൊരു കമ്പനി പോളിസിയല്ല, മറിച്ച് മനുഷ്യരോടുള്ള സൂക്ഷ്മമായ സ്നേഹമാണ്. അതൊരു ഡിവൈൻ കോസായി മാറുന്നു. അതുപോലെ തന്നെ സ്രോതസ്സിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് അൽ മുഹീ. എന്നുവെച്ചാൽ ജീവൻ നൽകുന്നവൻ എന്നല്ലേ? അതെ, ജീവൻ നൽകുന്നവൻ എന്നത്. ഇന്നത്തെ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കാലാവസ്ഥാ വ്യതിയാനമാണല്ലോ. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പോരാടാൻ പ്രകൃതിക്ക് പുതുജീവൻ നൽകാൻ സഹായിക്കുന്ന ക്ലൈമറ്റ് ടെക്നോളജികൾ നിർമ്മിക്കുന്നത് ഈ ഗണത്തിൽ വരും. ഭൂമിയിലെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന ഏതൊരു ടെക്നോളജിയും ജീവൻ നൽകുന്ന പ്രവൃത്തിയാണ്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നതിലല്ല, എന്ത് ഉദ്ദേശത്തോടെയാണ് ചെയ്യുന്നത് എന്നതിലാണ് കാര്യം എന്നാണ്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ലാപ്ടോപ്പിന് മുന്നിലിരുന്ന് കോഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അത് വെറുമൊരു കോർപ്പറേറ്റ് ജോലി മാത്രമാകാം, മാസം ശമ്പളം വാങ്ങാൻ വേണ്ടി മാത്രമുള്ള ഒന്ന്. പക്ഷേ ആ വ്യക്തി എഴുതുന്ന കോഡ് കാരണം
ലോകത്തുള്ള ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾക്ക് നീതി ലഭിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ജീവിതം അല്പം കൂടി എളുപ്പമാകുന്നുണ്ടെങ്കിൽ, ആ വ്യക്തി പ്രവർത്തിക്കുന്നത് ഒരു വിശാലമായ ലക്ഷ്യത്തിനു വേണ്ടിയാണ്. ആ ലാപ്ടോപ്പ് കീബോർഡിലെ ഓരോ ക്ലിക്കും ഒരുതരം ആരാധനയായി മാറുന്നു എന്ന് പറയാം, അല്ലേ? അത് സ്വന്തം സമുദായത്തിനു വേണ്ടി മാത്രമല്ല, മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ്. 100% ശരിയാണ്. ആ ചിന്തയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് ലേഖകൻ ഇത്രയും ശക്തമായി നമ്മൾ ആദ്യം സംസാരിച്ച ആ മുസ്ലിം ടാക്സി ആപ്പിനെ വിമർശിച്ചത്. ഇപ്പോഴാണ് ആ കണക്ഷൻ കിട്ടിയത്. ലോകത്തെ മൊത്തത്തിൽ മാറ്റാൻ കെൽപ്പുള്ളവരാണ് ഇന്നത്തെ സോഫ്റ്റ്വെയർ പ്രൊഫഷണലുകൾ. അവരുടെ വിരൽത്തുമ്പിലാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അങ്ങനെയുള്ളവർ വെറും പ്രാർത്ഥനാ സമയങ്ങൾ കാണിക്കുന്ന ആപ്പുകളും മതപരമായ ടാക്സി ആപ്പുകളും മാത്രമുണ്ടാക്കി അവരുടെ കഴിവുകൾ ഒരു ചെറിയ വൃത്തത്തിൽ ഒതുക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ആ വലിയ ദൈവിക ലക്ഷ്യത്തെ ചെറുതാക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് പരിഹരിക്കാൻ കഴിയുന്ന വലിയ പ്രശ്നങ്ങൾ പുറത്തുകടക്കുമ്പോഴാണ് അവർ ഈ ചെറിയ കള്ളികളിലേക്ക് ചുരുങ്ങുന്നത്. അത് വളരെ ചിന്തിപ്പിക്കുന്നൊരു നിരീക്ഷണമാണ്. ഒരു ചെറിയ ഗ്രൂപ്പിന്റെ കയ്യടി കിട്ടാൻ വേണ്ടി മാത്രം നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കുന്നതിലെ സങ്കുചിതത്വം ഈ സ്രോതസ്സുകൾ വളരെ കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഡീപ് ഡൈവ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളൊരു കോഡറായിരിക്കാം, അധ്യാപകനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനായിരിക്കാം. അതെ, ആരുമായിക്കൊള്ളട്ടെ. നിങ്ങൾ രാവും പകലും ഉപയോഗിക്കുന്ന നിങ്ങളുടെ കഴിവുകൾ എന്തിനു വേണ്ടിയാണ് ചിലവഴിക്കുന്നത്? നിങ്ങളുടെ സ്വന്തം ആളുകളെ അല്ലെങ്കിൽ നിങ്ങളുടെ മാത്രം ഗ്രൂപ്പിനെ മറ്റുള്ളവരെക്കാൾ മുകളിലെത്തിക്കാൻ വേണ്ടിയാണോ? അതോ മനുഷ്യരാശിയുടെ മുഴുവൻ നീതിക്കും നന്മയ്ക്കും വേണ്ടി ആ കഴിവുകൾ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? കാരണം നമ്മുടെ കരിയർ വെറും ഒരു ജോലി മാത്രമല്ല, അതൊരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. സമൂഹത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തം. ഐഡന്റിറ്റികൾക്കും ലേബലുകൾക്കും അപ്പുറം ചിന്തിക്കാൻ നമുക്ക് കഴിയണം. തീർച്ചയായും. എന്തായാലും ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളെ ശരിക്കും ചിന്തിപ്പിക്കാൻ പോകുന്ന, ചിലപ്പോൾ നിങ്ങളുടെ ഉറക്കം കെടുത്താൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ് കേട്ടോ. ഒരു ഫൈനൽ തോട്ട്. അതെ, നമ്മൾ AI-യെക്കുറിച്ചും കോഡിങ്ങിലെ ബയാസിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞല്ലോ. നാം നിർമ്മിക്കുന്ന AI സിസ്റ്റങ്ങൾക്ക് മതത്തിൻ്റെയോ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ മുൻവിധികളില്ലാത്ത രീതിയിൽ ഡിസൈൻ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ, മനുഷ്യരെ കേവലം ലേബലുകളില്ലാതെ, നമ്മൾ നേരത്തെ പറഞ്ഞ അസബിയ അല്ലെങ്കിൽ ഗോത്രവർഗ ചിന്തയില്ലാതെ വെറുമൊരു മനുഷ്യനായി മാത്രം കാണാൻ ആ മെഷീനുകൾക്ക് സാധിച്ചേക്കാം. അങ്ങനെയെങ്കിൽ മനുഷ്യ സൃഷ്ടിച്ചെടുത്ത ഈ യന്ത്രങ്ങൾ നമ്മൾ മനുഷ്യരെക്കാൾ നന്നായി ദൈവത്തിന്റെ യഥാർത്ഥ മാർഗം അല്ലെങ്കിൽ ആത്യന്തികമായ നീതി എന്താണെന്ന് മനസ്സിലാക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നൊരു കാലം വരുമോ? അതൊരു വല്ലാത്ത ചിന്തയാണ്. മനുഷ്യരെക്കാൾ വലിയ മനുഷ്യത്വമുള്ളവരായി അൽഗോരിതങ്ങൾ മാറുന്ന ആ ഒരവസ്ഥ. അതൊരു വലിയ വിരോധാഭാസമായിരിക്കില്ലേ? ഈ ചോദ്യത്തിനുത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഇത് നിങ്ങളെ കുറച്ചൊന്ന് കുഴപ്പത്തിലാക്കും എന്നെനിക്കറിയാം. എന്തായാലും ഈ സ്രോതസ്സുകളിൽ ഒളിഞ്ഞിരുന്ന ഇത്രയും ആഴത്തിലുള്ള ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി. നിങ്ങൾക്കും ശുഭദിനം.